once again welcome back to my another video. Okay, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ഈ സീരീസിൽ കൺജങ്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 3 ടൈപ്സ് ഓഫ് കൺജങ്ഷൻ പഠിച്ചു. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് നെക്സ്റ്റ് കോറിലേറ്റിംഗ് കൺജങ്ഷൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സബോർഡിനേറ്റീവ് കൺജങ്ഷന്റെ കണ്ടിന്യൂഷൻ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആസ് ഇഫ്, വെയർ ആസ്, ആസ് ദോ. ക്ലിയർ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബോർഡിനേറ്റീവ് കൺജങ്ഷന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഫോളോ ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് ദോ എടുക്കാം. എന്താണ് ദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷന്റെ മീനിങ് നമുക്ക് നോക്കാം. എന്നിട്ടും, എന്നിരുന്നാലും, എന്നാലും എന്നൊക്കെ അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? എന്നിട്ടും, എന്നിരുന്നാലും, എന്നാലും, എന്നിട്ടും, എന്നിരുന്നാലും എന്നൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ദോ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നമുക്ക് എക്സാമ്പിളോട്ട് പോവാം. എക്സാമ്പിൾ പറയുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുക. ദോ ഇറ്റ് വാസ് റെയിനിങ് ഷീ വെന്റ് ഔട്ട്. മഴ പെയ്തിരുന്നാലും അവൾ പുറത്തേക്ക് പോയി. ക്ലിയർ? ഇറ്റ് വാസ് റെയിനിങ് ഹി വെന്റ് ഔട്ട്. മഴ പെയ്തിരുന്നാലും അവൻ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ മഴ പെയ്തിരുന്നാലും അവൾ പുറത്തേക്ക് പോയി. എന്നിരുന്നാലും, എന്നിട്ടും, നാലും എന്നൊക്കെ അർത്ഥത്തിലാണ് ദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷൻ യൂസ് ചെയ്യുക. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയേ. ദോ ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്തിരുന്നാലും ഷീ വെന്റ് ഔട്ട്, പെയ്യുന്നുണ്ട് എന്നാലും അവൾ പുറത്തേക്ക് പോയി എന്ന അർത്ഥത്തിൽ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയോ. ദോ ഷീ ഈസ് ഓൾഡ് ഷീ ഈസ് വെരി ഹെൽത്തി. അവൾ വയസ്സായാലും, അതായത് വയസ്സായാലും വളരെ ഹെൽത്തിയാണ്. അവർ വയസ്സായിരുന്നാലും ഹെൽത്തിയാണ്. എന്നിരുന്നാലും, എന്നാലും, എന്നിട്ടും എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദോ ഷീ ഈസ് ഓൾഡ്, വയസ്സായാലും ഷീ ഈസ് വെരി ഹെൽത്തി. വേറൊരു എക്സാമ്പിൾ നോക്കിയേ നിങ്ങൾ. ഹി passed the exam. Though it was difficult. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നാലും അവൻ വിജയിച്ചു. പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നാലും അവൻ വിജയിച്ചു. ക്ലിയർ? എന്നിരുന്നാലും, എന്നാലും, എന്നിട്ടും എന്നൊക്കെ അർത്ഥത്തിലാണ് ദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷൻ യൂസ് ചെയ്യുക. ക്ലിയർ? എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? എന്നാലും, എന്നിരുന്നാലും എന്നൊക്കെ അർത്ഥത്തിൽ ദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഓൾദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷനും സെയിം മീനിങ് ആണ്. ദോ എന്നതിന്റെ സെയിം മീനിങ് ആണ് ഓൾദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ഉള്ളത്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം ഈവൻ ദോക്കും ഓൾദോ ഈവൻ ദോക്കും സെയിം മീനിങ് തന്നെയാണ്. ദോ എന്ന സബോർഡിനേറ്റീവ് കൺജങ്ഷന്റെ സെയിം മീനിങ് ആണ് ഓൾദോക്കും ഈവൻ ദോക്കും ഉള്ളത്. ഓൾദോ, ഈവൻ ദോ. ക്ലിയർ? നമുക്ക് അതുകൂടെ വിത്ത് എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുക. ഓൾദോ നമുക്ക് എടുക്കാം. എന്നിട്ടും, എന്നാലും, എന്നിരുന്നാലും എന്ന സെയിം മീനിങ് ആണ് ഓൾദോനും ഉള്ളത്. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. ഓൾദോ ഹി ഈസ് റിച്ച്, he has no girlfriend. Although he is rich, he has no girlfriend. എന്താ പറയുന്നേ? റിച്ച് ആയിരുന്നിട്ടും അവന് ഗേൾഫ്രണ്ട് ഇല്ല. എന്നാലും, എന്നിരുന്നാലും, എന്നിട്ടും എന്നൊക്കെ അർത്ഥത്തിലാണ് ഓൾദോ ഇവിടെ യൂസ് ചെയ്തത്. കേട്ടാ? ഓൾദോ he is rich but he has no girlfriend. അവൻ റിച്ച് ആയിരുന്നാലും അവന് ഗേൾഫ്രണ്ട് ഇല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഓൾദോ ദേ ഹാവ് ലോട്ട് ഓഫ് മണി ദേ ആർ സ്റ്റിൽ നോട്ട് ഹാപ്പി. എന്താ പറയുന്നേ? ഒരുപാട് പൈസ ഉണ്ടായിരുന്നാലും അവര് ഹാപ്പി അല്ല. എന്നാലും, എന്നിരുന്നാലും എന്ന അർത്ഥത്തില്. ക്ലിയർ? ഓൾദോ മനസ്സിലായില്ലേ? അതായത് എന്നാലും, എന്നിരുന്നാലും, എന്നിട്ടും എന്ന സെയിം മീനിങ്. ആ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായില്ലേ? ഒരുപാട് പൈസ ഉണ്ടായിട്ടും അവരിപ്പോഴും ഹാപ്പി അല്ല. എന്നിരുന്നാലും എന്ന അർത്ഥത്തിലാണ് ഓൾദോ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഈവൻ ദോ. അതും ഇതേ സെയിം മീനിങ് ആണ്. എന്നാലും, എന്നിട്ടും, എന്നിരുന്നാലും. ഈവൻ ദോ വിത്ത് എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിളിന്റെ കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലായത്. നോക്കിയേ. ഈവൻ ദോ ഇറ്റ് റെയിൻഡ് എ ലോട്ട് വി എൻജോയ്ഡ് ദ ഹോളിഡേ. മഴ പെയ്തിരുന്നിട്ടും നമ്മൾ ഹോളിഡേ ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. ക്ലിയർ? ഇനി അതേ ഈവൻ ദോ ഇതേ സെയിം മീനിങ്ങിൽ നമുക്ക് ഈ സെയിം എക്സാമ്പിളിൽ നമുക്ക് ഈവൻ ദോവും ഓൾദോവും നമുക്ക്
എന്താണ് ആഡ് ചെയ്യാൻ പറ്റും. Even though he is rich, he has no girlfriend. He has no girlfriend. Even though അവൻ റിച്ച് ആയിരുന്നിട്ടും അവന് ഗേൾ ഫ്രണ്ട് ഇല്ല. അത് ഈ ഓൾദോ പറഞ്ഞ അതേ സെയിം സിറ്റുവേഷൻ നമുക്ക് ഈവൻ ദോം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഓൾദോം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ദോം യൂസ് ചെയ്യാം. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഈവൻ ദോ ഓൾദോ എല്ലാം യൂസ് ചെയ്യുന്ന വെച്ചാൽ അത്രയും അത് എന്നിട്ടും അതിലേക്ക് ദോ നമ്മൾ നോർമലി പറയും, അത്രയും ഒരു എന്താ പറയാ ഈവൻ ദോ എന്നിട്ടും ഒന്നും അറിയാത്തത്, അതൊന്ന് ജസ്റ്റ് എംഫസൈസ് ചെയ്ത് പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് കൊടുക്കാൻ വേണ്ടി, ആ ഒരു മീനിങ് അത്രയും ഒരു ഡീപ്നെസ് കൊടുക്കാൻ വേണ്ടി. അവന് എത്ര പൈസ ഉണ്ടായിട്ടും എന്നിട്ടും അന്നേരം ഒരു എംഫസൈസ് ഒന്നും കൂടെ അത് എംഫസൈസ് ചെയ്ത് പറയാം. ആ ഒരു സെന്റൻസ് ഒന്നുകൂടെ ജസ്റ്റ് ഡീപ്പായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഡീപ്പായി കാണിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഈ ഈവൻ ദോ ഓൾദോ യൂസ് ചെയ്യും. ക്ലിയർ? ദോയും ഓൾദോയും ഈവൻ ദോയിലെ സെയിം മീനിങ് തന്നെ, പക്ഷെ ആ സെന്റൻസിന്റെ ആ സിറ്റുവേഷന്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഡീപ്പായിട്ട് കാണിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ ഈവൻ ദോ ചേർക്കും. ഫോർ എക്സാമ്പിൾ എന്താ നോക്കിയേ, ഈവൻ ദോ ഹി ഈസ് റിച്ച് ബട്ട് ഹി ഹാസ് നോ ഗേൾ ഫ്രണ്ട്. ഒരുപാട് പൈസ ഉണ്ടായിട്ടും അവന് ഗേൾ ഫ്രണ്ട് ഇല്ല. അങ്ങനെയുള്ള ആ ഒരു ജസ്റ്റ് ഒന്ന് ആ സെന്റൻസ് ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാം, ഒന്ന് ഡീപ്നെസ് കൊടുക്കാൻ, ആ ഒരു സെന്റൻസ് ഒന്ന് ഡീപ്നെസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈവൻ ദോ യൂസ് ചെയ്യും. കുറച്ചും കൂടെ ആ ഒരു ഒന്ന് ആഴത്തിൽ പറയാൻ വേണ്ടി. ക്ലിയർ? അർത്ഥങ്ങൾ ഇതിന്റെ ഈ ദോ ഓൾദോ ഈവൻ ദോന്റെ അർത്ഥം സെയിം തന്നെ. ക്ലിയർ? ഇത് മൂന്നും നമുക്ക് പഠിക്കാൻ എളുപ്പല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ നോക്കാം. വെൻ ആണ് നെക്സ്റ്റ് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ. നമുക്ക് കൺഫ്യൂഷൻ ആവും. വെൻ എന്താ WH ക്വസ്റ്റ്യൻ ആണല്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കാം. വെൻ WH ക്വസ്റ്റ്യൻ ആയിട്ട് WH ക്വസ്റ്റ്യൻ ആണ് വെൻ. വെന്നിന്റെ മീനിങ് എന്താ? സാധാരണ വെന്നിന്റെ മീനിങ് എന്താ? എപ്പോൾ എന്ന മീനിങ് ആണ് വെന്നിനുള്ളത്. പക്ഷേ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആയിട്ട് വെൻ യൂസ് ചെയ്യുമ്പം ആ വെന്നിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സമയം എന്ന അർത്ഥത്തിലാണ് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആയിട്ട് വെൻ യൂസ് ചെയ്യുക. ക്ലിയർ? സാധാരണഗതിയിൽ വെന്നിന്റെ അർത്ഥം എപ്പോൾ, WH ക്വസ്റ്റ്യനിൽ എപ്പോൾ എന്ന അർത്ഥത്തിൽ. പക്ഷേ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആയിട്ട് വരുമ്പോൾ ആ സമയം എന്ന അർത്ഥമാണ് വെന്നിന് ഉള്ളത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. നോബഡി സ്പോക്ക് വെൻ ഹി കെയിം ഇൻ ടു ദ റൂം. അതായത് അവൻ ആ റൂമിലേക്ക് കയറുന്ന സമയം ആരും തന്നെ സംസാരിച്ചില്ല. ആ സമയം എന്ന അർത്ഥത്തിൽ നോബഡി സ്പോക്ക് വെൻ ഹി കെയിം ഇൻ ടു ദ റൂം. അതായത് അവൻ ആ റൂമിൽ കയറുന്ന സമയം ആരും തന്നെ സംസാരിച്ചില്ല എന്ന അർത്ഥത്തിൽ. ക്ലിയർ? ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ കോർഡിനേറ്റീവ് കൺജങ്ഷൻ പഠിക്കുമ്പോൾ പറഞ്ഞു ഫോർ എന്നത് പഠിച്ചു. ഫോർ നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ട് പഠിച്ചു. പക്ഷെ കൺജങ്ഷൻ ആയിട്ട് വരുമ്പം ആ ഫോറിന്റെ അർത്ഥം എന്തായി മാറി? ആയതുകൊണ്ട്, അതുകൊണ്ട് എന്ന അർത്ഥത്തിലായി ആ ഫോർ എന്ന കൺജങ്ഷൻ. അതുപോലെയാണ് ഇവിടെ വെൻ എപ്പോഴാണ് WH ക്വസ്റ്റ്യനിൽ, പക്ഷെ കൺജങ്ഷനായി യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ആ സമയം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദോ, ഓൾദോ, ഈവൻ ദോ. എന്തിനാണ്? എന്നിട്ടും, എന്നിരുന്നാലും, എന്ന അർത്ഥത്തിലാണ് ദോ, ഓൾദോ, ഈവൻ ദോ യൂസ് ചെയ്യുക. ഈ ഈവൻ ദോ എന്നുള്ള സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ഒക്കെ മീനിങ് സെയിം ആണെങ്കിലും ആ ഒരു സെന്റൻസ്, ആ ഒരു സിറ്റുവേഷൻ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാം, ഡീപ്നെസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈവൻ ദോ ഒക്കെ യൂസ് ചെയ്യും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചു വെൻ എന്നത് WH ക്വസ്റ്റ്യനിൽ എപ്പോൾ എന്ന അർത്ഥത്തിലാണ് വെൻ പറയാ. പക്ഷേ സബോർഡിനേറ്റീവ് കൺജങ്ഷനായി യൂസ് ചെയ്യുമ്പോൾ വെന്നിന് ആ സമയം എന്ന അർത്ഥമുണ്ട്. അങ്ങനെ നമ്മൾ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ പറ്റുന്നത്ര നിങ്ങൾ ക്യാച്ച് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്